മുതസവ്വിജത്തുൻ അൻതി അനസറാനിയത്തിൻ അൻതി മാദിയാനതുകി ഐന തസ്കുനീന കൈഫ ദഖൽതിൽ ജസദ വമതാ ദഖൽതി വഐന തസ്കുനീന ഫീ ജസദിഹി. ഈ ജാതി ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവും ഒരു തെളിവും ഇല്ല എന്നാണ് ഇമാം അൽബാനി അതേപോലുള്ള പണ്ഡിതന്മാർ. കൂടിയാൽ അത്രേ പറയാവൂ. എന്നാൽ അപ്പൊ നമ്മൾ ചോദിച്ചു, അപ്പോഴൊന്നും എന്ത് ചെയ്തിട്ടില്ല, ശിർക്കാരോപണം വന്നിട്ടില്ല. അതിന്റെ തമാശ. അപ്പൊ നമ്മൾ ചോദിച്ചു, ഉഖ്റുജ് അദുവല്ലാന്ന് ജിന്നിനോട് പറഞ്ഞ അത് ശിർക്കാകോ? ജിന്നിനോട് എന്തുമുണ്ടിയാലും ശിർക്കാണല്ലോ, പോ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാൽ ശിർക്കാകോ എന്ന് ചോദിച്ചപ്പോ പെട്ടല്ലോ. അപ്പൊ അദ്ദേഹം എല്ലാം ഫ്ലൈറ്റ് മാറ്റി. ഉഖ്റുജ് അദുവല്ലാന്നും പറയാൻ പറ്റൂല, അത് റസൂലുള്ളാഹിക്കേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഏത് മദ്ഹബിലള്ളേ? ഏത് മദ്ഹബിലള്ളേ? ഈ ചോദ്യം വരുന്ന അറിയാ. അതുകൊണ്ട് അറബി ക്ലിപ്പ്, ഒരു പെണ്ണിനെ പിടിച്ച് അമർത്തുന്ന ക്ലിപ്പ്, അതിട്ടാണ്ട് എന്ത് ചെയ്യണത്, സംഗതി അഡ്ജസ്റ്റ് ചെയ്യണത് ഇട്ടൊടുക്കുകയും അദ്ദേഹം പറഞ്ഞത് ോദിക്കുന്നത് ഒരാൾക്ക് പിശാച് ഹാജറായാൽ എന്ത് ചെയ്യണം? ഉഖ്റുജിയ അദുവല്ലാ എന്ന് പറയാൻ പാടുണ്ടോ എന്നാണ്. പറയാം എന്ന് അൽബാനി പറയുന്നു. ഉത്തരം തന്നെ എഴുതിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് പലതും. അതുകൊണ്ടാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള വിഷയം ശ്രദ്ധിച്ചു കേട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നാനുണ്ടായ കാരണം. ഇവിടെ ഒരു കാര്യം, ഉഖ്റുജിയ അദുവല്ലാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ മാത്രമേ പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുള്ളൂ. കാരണം അത് പറയണമെങ്കിൽ അദുവുള്ളയാണ് ഇവിടെ ഉള്ളതെന്ന് ഉറപ്പുണ്ടാവണം. ആ ഉറപ്പ് റസൂലുള്ളക്കല്ലാതെ മറ്റൊരാൾക്കുമില്ല. അതിനാലാണ് അത് റസൂലുള്ളക്ക് മാത്രം ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ റസൂലുള്ളയാണ് അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് വേറൊരു ചോദ്യത്തിലും അതുണ്ട്. അതുകൊണ്ടൊരു ആ രോഗിയെ കാണുമ്പോൾ അയാൾക്ക് ജിന്ന് കൂടിയതാണെന്ന് ഉറപ്പായി അറിയുകയും എന്നിട്ട് ഉഖ്റുജ് അദുവല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കുകയും ചെയ്യാൻ അത് ഉറപ്പുള്ള വഹയി മുഖേന ഉറപ്പുള്ള നബിക്കേ നിർവാഹമുള്ളൂ. അങ്ങനെയുണ്ട് പേദാ മദ്ഹബ്. അപ്പൊ എന്നാലേ റസൂലുള്ളാഹിക്ക് മാത്രമേ അദുവുള്ള ആരാന്ന് മനസ്സിലാകുള്ളൂ എന്നാണ്. എന്നാ നമുക്ക് അനസ് മൗലവിക്ക് റിസാലത്ത് കിട്ടിയ കുറച്ച് ദിവസം ഉണ്ടെന്ന് പറയേണ്ടി വരും. അനസ് മൗലവി പ്രവാചകനായ ദിവസം ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം എവിടൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് ഫുൾ ഡീറ്റെയിൽസ് മൂപ്പരെടുത്തുണ്ട്. കേട്ടോളി. ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു, ആ ജിന്ന് ബാധിച്ച ആളെ ഓതുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഓതിക്കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ്. തെറ്റല്ല. എന്നാൽ അതിനപ്പുറത്ത് ഇയാളിൽ ജിന്ന് ഹാജരാകുമ്പോൾ ഈ മന്ത്രിക്കുന്നയാൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങും. എവിടുന്നാ വന്നത്? ആരാണ് നിങ്ങൾ? അത് ഗോപാലനാണ്. എവിടെയാ താമസം? അത് കട്ടുപ്പാറ കലിങ്ങിനടിയിലാണ്. എന്താ സംഭവിച്ചത്? അത് ഞാൻ പണ്ട് വണ്ടി ആക്സിഡന്റിൽ പെട്ട് മരിച്ച ആളാണ്. അപ്പൊ വസുമതി എന്ന് പറഞ്ഞിട്ട് കെട്ടിത്തൂങ്ങിയ വേറെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവളിപ്പോ എവിടെയാണ്? അപ്പൊ ഈ മന്ത്രിക്കണാക്ക് വേറൊരു ജിന്നിനെ ഇളക്കിയപ്പോ അവിടുന്ന് കിട്ടിയതാണ് ഈ വസുമതി. അപ്പൊ ഇറക്കി വിട്ടിട്ടുണ്ട്. വസുമതി ഇപ്പോൾ എവിടെയാണ്? വസുമതി കട്ടുപ്പാറ കലിങ്ങിന്റെ അങ്ങേറ്റത്ത് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ ഏതെങ്കിലും ശരീരത്തിലുണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ വസുമതി ഉണ്ടോ? അവൻ പറയല്ല, വസുമതി ഇപ്പോ ആരുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അവളിപ്പോ അലഞ്ഞടക്കണ അനാഥപ്രേതാണ്, ഒരു കൂടാരം കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഉദാഹരണം. ഇത് സംസാരിക്കുകയാണ്. ആരോടാണ്? ഈ ജിന്നിനോട്, അല്ലെങ്കിൽ ഒരാൾ ശരീരത്തിലുണ്ട് എന്ന് പറയുന്ന ജിന്നിനോട് ഇയാൾ സംസാരിക്കുകയാണ്. ഇത് ഒരിക്കലും റുഖിയല്ല, ഇസ്ലാമികമല്ല, ഇത് വഴികേടാണ്. ഇത് റുഖിയായി നമുക്കിടയിൽ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അല്ല, ഇതെങ്ങനെ മൂപ്പര് കിട്ടിയേ? ഇതെങ്ങനെ ഈ വസുമതിന്റെ എത്ര കറക്റ്റ് ചോദ്യമൊക്കെ കിട്ടിയേ? മൂപ്പരതിന്റെ ആളാണ്. ഞമ്മക്കൊന്നും അറിയില്ലല്ലോ വസുമതിയും കെട്ടിത്തൂങ്ങിയതും ചത്തതൊന്നും, അല്ലേ സുഹൃത്തുക്കളെ? അപ്പോ ഇത് ചോദിക്കണ നേരത്തും പറയണ സമയത്തൊക്കെ മൂപ്പരെന്താ റിസാലത്ത് കിട്ടിയിരുന്നോ? എന്നാ വഹീന്റെ ഒരു ഫോട്ടോ കോപ്പി നമുക്കും വേണല്ലോ. അപ്പൊ മൊത്തം വൈരുദ്ധ്യങ്ങളിലാണുള്ളത്. ആ വൈരുദ്ധ്യം മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് മറ്റേ ചികിത്സക്ക് കൂടെ കൊണ്ടുവരുന്നത്. ഇവിടെ റുഖിയ ശിർക്കിയുണ്ടോ, ഇവിടെ റുഖിയ ബിദ്ഈയുണ്ടോ? അതും അവിടെ ഉണ്ട്. അവിടെ സുന്നത്തനുസരിച്ചുള്ള റുഖിയ ശർഈയുണ്ട്. ആ റുഖിയ ശർഈയെ കുറിച്ച് സക്കറിയ സുലൈ പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഏത് മുജാഹിദ ഈ നിലക്ക് ചികിത്സിച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുക? ജമാൽ ചെറുവാടി ചികിത്സിച്ചു, അല്ലെ? ആ ചികിത്സിച്ച അന്നത്തെ ആരോപണത്തിന് അന്ന് കൊടുത്ത ഉത്തരത്തിന്റെ ക്ലിപ്പ് ഞങ്ങളെടുത്ത് ഇവിടെ ഉണ്ട്. നിങ്ങൾ മഞ്ചേരി വരെയും പറയാം, അപ്പൊ ഞങ്ങൾ ഇട്ടോളാം. നിങ്ങൾ പറയുന്നതിന്റെ മുഴുവൻ മറുപടി ഞങ്ങളെടുത്തുണ്ട്. ഞങ്ങൾ മടവൂരികളോട് പോയി വാങ്ങിയല്ല, ഞങ്ങൾ ഖുറാഫികളുടെ അടുത്ത് പോയി വാങ്ങിയതല്ല, ഞങ്ങളുടെ അടുത്തൊക്കെ സ്റ്റോക്കാണ്.
ഞങ്ങളെടുത്തതൊക്കെ സ്റ്റോക്കാണ്. പിന്നെ ഒരു സംശയമുണ്ട്, ആ സംശയത്തിന്റെ ഉത്തരം കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോ ഖുറാഫാത്തിന്റെ സ്വഭാവം ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അള്ളാഹുവിന്റെ ദീനിലെ തൗഹീദിന്റെ നിർവചനം തിരുത്തിയപ്പോ എന്ത് സംഭവിച്ചു? ശിർക്ക് ജീവിതത്തിലേക്ക് വന്നു. അപ്പൊ ശിർക്കിന്റെ പല ലക്ഷണവും വന്നു. അതിന്റെ പലതും നിങ്ങൾ ഇവിടെ കണ്ടു. ഇനി ഒരു സംശയം എന്താ, മടവൂരികൾ എവിടെ പോയി എന്നാണ്. അതുകൂടി കേട്ടോളൂ. ഇപ്പൊ ചില ആളുകൾ കുളിക്കാൻ തയ്യാറാ. എവിടെ മടവൂരി? ഇനി ആരെ പറയാ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരോടെ പറയാം? ഒരു മടവൂരിയും വരില്ല. നിങ്ങൾക്കറിയോ? ഒരു മടവൂരി ആദർശത്തിൽ നിന്ന് സലഫിയത്തിൽ നിന്നാൽ ഒരു മടവൂരിക്ക് ന്യായം ഉണ്ടാവൂല. ഏത് മടവൂരിന് വരും? വരൂല. കാര്യം അവർക്കുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന ആയുസ് ഇത് പറഞ്ഞിട്ടാണ് നാട് നീളം നടന്നത്. ഇതും കൊണ്ടാ നാട് നീളം നടന്നത്. ഇനി മടവൂരി വിചാരിക്കുന്നത് പടച്ചോരെ ഈ എന്താ പറയാന്ന. ഇനി പറയട്ടെ. അപ്പോ മടവൂരിസം, ആ മടവൂരിസത്തിന് ഇപ്പൊ ചാൻസ് ഇല്ല. എന്ത് പറയണം? അജണ്ട ഇല്ല. കാര്യം ഇത് മാത്രമേ ഉള്ളൂ. കാര്യം ഈ ജിന്നും പിശാചും സിഹറും അതുപോലെ തന്നെ ഈ പറയുന്ന ജബ്ബാർ മൗലവിയുടെ വാചകവും ഇതൊക്കെ അല്ലാതെ എന്താ മടവൂരികൾക്ക് ഇവിടെ അജണ്ട ഉണ്ടായിരുന്നത്? ഒരു മടവൂരും വരൂല. അതിലേറെ വലിയ ആൾക്കാർ ഇവിടെ ഉണ്ട് അല്ലേ? വാരിയിട്ട് അത് മൊത്തെടുത്ത് ഇങ്ങനെ വിതരണം ചെയ്യണ പണിയും കൂടിയും ചെയ്യുന്നുണ്ട് ഇപ്പോ. അതുകൊണ്ട് വരൂല. ഞാൻ തെളിയിച്ചരാ. എന്താ 10 കൊല്ലം മടവൂരിലെടുത്ത പണി? ഖുറാഫിയുടെ സ്വഭാവം ഉണ്ട് നിങ്ങൾക്ക് കിട്ടിയല്ലോ. സമസ്തയിലേക്ക് അല്ലെങ്കിൽ ഖുറാഫാത്തിലേക്ക് നമ്മളല്ല പോണേ നിങ്ങൾക്ക് കിട്ടിയല്ലോ. വ്യക്തിപരമായ ആരോപണം, ഓരുപയോഗിച്ച ക്ലിപ്പ് ഉപയോഗിക്കല്, ആയത്ത് ദുർവ്യാഖ്യാനം, അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലേ 10 വർഷം മടവൂരിലെടുത്ത പണി എന്താ? ശിർക്കാരോപണം. അതിനുപയോഗിച്ചത് എന്താ? 4 വരി. ആരത്? ബഹുമാനായ ജബ്ബാർ മൗലവിന്റെ 4 വരി. ഇപ്പോഴോ മടവൂരികൾ എടുക്കേണ്ട പണി ആരെടുക്കുന്നുണ്ട്? സംസ്ഥാന പ്രസിഡന്റ് എടുക്കുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? പിന്നെ മടവൂരിലേക്ക് വിശ്രമിച്ചൂടെ? അല്ലെങ്കിലേ സംഘടനാ ശേഷിയില്ല, കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല, ആൾക്കാരാണെങ്കിൽ ആരും വരുന്നില്ല, ഇതാണെങ്കിൽ പറഞ്ഞിട്ട് ക്ലച്ച് പിടിക്കണില്ല. അവരതുകൊണ്ട് അത് മെല്ലെ ഈ സീഡ് KKPന്റെ കയ്യിൽ കൊടുത്തത്. അതും കൊണ്ടാണ് KKP കൗൺസിലിൽ വന്നത്. അവിടെ മുതൽക്കാണ് ഇത് ക്ലച്ച് പിടിക്കാൻ തുടങ്ങിയത്. അതിന് വേറെ പല കാരണമുണ്ട്. അനസുമോലെ പിന്നെ വരികയാണെങ്കിൽ മുപ്പൊരു സംഘടനാ ബോഡിക്കൊന്നും വന്നിട്ടില്ലല്ലോ. ഇപ്പൊ സംസ്ഥാന വൈസ് പ്രസിഡന്റാ. എത്ര മീറ്റിംഗിൽ വന്നു എന്ന് ചോദിച്ചാൽ മതി. അപ്പൊ കേൾക്ക സ്വകാര്യ ദുഃഖങ്ങളുടെ നീണ്ട പരമ്പര അല്ലേ? ഒരു പണിക്കാരും കിട്ടണില്ല എന്നല്ലേ വിശദാംശങ്ങളും വിഷമങ്ങളൊക്കെ. അത് വേണ്ട നേരത്തെ വേണ്ട കോലത്തിൽ ഞങ്ങൾ പറഞ്ഞോളാം. മനസ്സിലായോ? എപ്പോ പറയണില്ല. ഏതാണെങ്കിലും സുഹൃത്തുക്കളെ, ശിർക്കാരോപണല്ലേ ഒന്ന് നടത്തിയത്. മടവൂരികൾ എന്തിനാ ശിർക്കാരോപണം? സംസ്ഥാന പ്രസിഡന്റ് പറയുന്നുണ്ട്, കേട്ടോളി. എന്നാൽ മുജാഹിദികളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നു. നഊദുബില്ലാ. നിങ്ങൾ ആലോചിച്ചു നോക്ക്. നമ്മളടുത്തേക്ക് അങ്ങനത്തെ ഒരു വാദം കടന്നു വന്നു. ആരാണത്? പറയണം TP എന്ന് നമ്മൾ മീറ്റിംഗിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചെന്നാൽ ഓരെ എതിർക്കാൻ ഞങ്ങൾ നിങ്ങളെ മുന്നിലുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഒരു ചർച്ച വന്നു എന്ന് അദ്ദേഹം വേറെ പറഞ്ഞിട്ടുണ്ട്. ജിന്നിനോട് തേടാൻ തന്നെയാണ് ജബ്ബാർ മൗലവിന്റെ അഭിപ്രായം. ആരാ പറയണേ? ഇത്രയും കാലം മടവൂരിയെ പറഞ്ഞു. എപ്പോഴോ? ഇപ്പൊ പറയണത് ഹനീഫ് കായക്കൊടി ഇട്ടൊടുക്കും. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. ഈ പണി മൂപ്പരെടുക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ മടവൂര് വരുന്നത്? ഇനി ഇത് തിരുവനന്തപുരത്ത് എത്തിയപ്പോ ഭീമാപ്പള്ളി എന്നൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് സ്വീകരിച്ച യൂണിറ്റ് ഇട്ട് അവിടുത്തെ തല്ലും പിടിയൊക്കെ സഹിച്ചു പോകുന്ന പ്രവർത്തകരല്ലേ, അവർക്ക് പൊള്ളി. ഒരു ചോദിച്ചു എവിടെ കാണിച്ചരണം എന്ന് പറഞ്ഞു. തേടാൻ എവിടെ പറഞ്ഞേ? പ്രാർത്ഥിക്കാൻ എവിടെ പറഞ്ഞേ? എവിടെ ചർച്ച വന്നേ? ഏത് മീറ്റിംഗിൽ, ഏത് യോഗത്തിൽ, ഏത് യൂണിറ്റിൽ, ഏത് മെമ്പറിൽ? ജിന്നിനോട് തേടാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, അത് ശിർക്കല്ല എന്നത് എവിടെ വന്നത്? പറയണമെന്നറിഞ്ഞപ്പോ തേടാന്ന് ജബ്ബാർ മൗലവിക്ക് അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞ് അതേ ഹനീഫ് കായക്കൊടി സാധു കുട്ടിയായിട്ട് പറഞ്ഞ മറുപടി കേൾക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല.
അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സ്വലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. ആ ജിന്നിനോട് തേടാന്നുള്ള വാദമല്ല എന്നാ പറയണ്ടേ. അത് മെല്ലെ ടെസ്റ്റ് ചെയ്തിട്ട് അത് ശിർക്കല്ല എന്ന വാദമാണ് മൂപ്പർക്കുള്ളത്. ഇത് മൂപ്പര് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് തെറ്റേണ്ടവരൊക്കെ തെറ്റിയിട്ടുണ്ട്, തല്ലേണ്ടവരൊക്കെ തല്ലിയിട്ടുണ്ട്, സംഘടന കിട്ടേണ്ടവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, ചവിട്ടി പുറത്താക്കേണ്ടവരൊക്കെ പുറത്താക്കിയിട്ടുണ്ട്. ഇനി തൊട്ടു മുന്നിലുള്ള ജിന്നിനോട് ചോദിക്കുന്ന കാര്യം ശിർക്കല്ല എന്ന് സക്കരിയ സ്വലാഹിയാ പറഞ്ഞത്. അത് 2012 പറഞ്ഞതാ. അദ്ദേഹത്തിന്റെ അന്തംകെട്ട ചോദ്യങ്ങൾ, അമ്പലക്കടവിന്റെ അന്തരംകെട്ട ചോദ്യങ്ങൾ എന്നുള്ള പുസ്തകം. ഇത് സക്കരിയ സ്വലാഹി അന്ന് ഹമീദ് ഫൈസി ചോദിച്ച 10-25 ചോദ്യങ്ങൾക്ക് കൊടുത്ത ഉത്തര. ഇങ്ങനത്തെ ആ 25 ചോദ്യം ബാക്കിയാണുണ്ടല്ലോ. ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തോണ്ടാണല്ലോ ജബ്ബാർ മൗലവിക്ക് ഇതൊക്കെ എഴുതേണ്ടി വന്നത്, സക്കരിയ മൗലവിക്ക് എഴുതേണ്ടി വന്നത്. ഇങ്ങനെയൊന്നുമില്ലാതെ ഇതിന് നിങ്ങൾ ഉത്തരം കൊടുക്കുമോ? കേരളത്തിലെ മുജാഹിദുകൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. എന്തിന്? ഹമീദ് ഫൈസിയുടെ ചോദ്യം, സെൻസസ് സത്യധാരക്കാരന്റെ ചോദ്യം, അതേപോലെ തന്നെ ജബ്ബാർ മൗലവി ലേഖനം എഴുതാൻ കാരണമായ വിഷയങ്ങൾ, ഇതിന് രേഖാപരമായ മറുപടി തൗഹീദിന്റെ ആളുകളാണെങ്കിൽ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഓടിക്കങ്ങൾ അപ്പ കാണാ പൊടിപൂരം. മുജാഹിദുകൾക്ക് വേദന ഉണ്ടാവും ഈ സേവനങ്ങൾ ചെയ്ത ആളുകളെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോ, അല്ലേ? ഇനി എന്താ ഈ കാര്യം തൊട്ടുമുന്നിലുള്ള ജിന്നിനോട് ചോദിക്കുന്ന കാര്യത്തിൽ അത് ശിർക്കല്ല എന്ന അഭിപ്രായം സക്കരിയ സ്വലാഹി ഇവിടെ ആദ്യമായിട്ട് അടിച്ചിറക്കിയ അഭിപ്രായം. അനസ് മൗലവിനോട് ഇതേ ചോദ്യം ചോദിച്ചിട്ടില്ലേ? ഇല്ലേ? അതിന് ഉത്തരം വന്നിട്ടില്ലേ? ഉത്തരം എന്താ? ശിർക്കാണ്. ഒക്കെ ശിർക്ക്, മുണ്ടിയ ശിർക്ക് അല്ല. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? എനിക്ക് അങ്ങനെ പറയുമ്പോ കുറച്ച് നോക്കൊക്കെ വേണ്ടി വരും. കാരണം എന്താ അറിയോ? ഖുറാഫികൾക്കെതിരിൽ ഇനിയും വേദി കയറണമെന്ന് മൂപ്പർക്ക് അറിയാം. ഇനിയിപ്പോ കയറേണ്ടതൊന്നുമില്ല, ഇനിയിപ്പോ കയറേണ്ടയില്ല. ഇനിയിപ്പോ ആകെ ജന്മം മുഴുവൻ 10 കൊല്ലം ഇവര് ചെലവാക്കിയ മാതിരി 10 കൊല്ലം നമ്മക്കെതിരെ ചെലവാക്കും. അതിന്റെ മുമ്പ് സാധനം തീരും. ഒരു സംശയങ്ങൾ വിചാരിക്കണ്ട. MP3 പോക്കറ്റിൽ കിടന്ന് നമ്മളെ കയ്യിൽ എങ്ങനെ കിട്ടിയേ? പടച്ചോന്റെ ഹിക്മത്താ. അങ്ങനെ പലതും വരാണ്ട്, പലതും കിട്ടിയിട്ടുണ്ട്. ഇറക്കേണ്ട സമയത്ത് ഞങ്ങൾ ഇറക്കിക്കോളാം. ഇതാ അനസ് മൗലവിയോട് ചോദ്യം, ഒരു മടവൂർ സുഹൃത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കേട്ടോളി. സഹായം തേടിയാൽ ശിർക്കാകില്ലേ എന്നാണ് ചോദിച്ചത്. ശിർക്കാകുമോ അല്ലേ? അതല്ല ഇനി ശിർക്കാവാത്ത വല്ല സഹായം തേട്ടവും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. പിന്നെ നിങ്ങൾ പറഞ്ഞു ജിന്നിനെ കണ്ടാൽ സഹായം ചോദിക്കാന്ന്. കാണുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതിന് ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? കാണാത്ത നിലയിൽ സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ലതുമുണ്ടോ? അതാണ് ചോദ്യം. അതല്ലാതെ ഞാൻ മടവൂരൂപൊന്നുമല്ല, ഞാൻ അനുഭാവിയാണ്. പക്ഷേ അതിന് എനിക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് മറുപടി പറയുക. ഞാൻ ഇത്രയൊക്കെ ഓതിയത് വെറുതെയാ? ഇനി വേറെ വല്ല ഖുർആൻ ഉണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. അവർ ഷിയാക്കൾക്ക് ഖുർആൻ എടുത്ത 14,000 ആയത്തിന് പറഞ്ഞത്, ആ ആയത്തിൽ നിന്ന് ഖുർആൻ ഓതാൻ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് എന്താ? ജിന്നുകളോട് സഹായം തേടാനല്ല. ഇനി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു. അതൊരു മറ്റൊരു ഹദീസ്, ആ ഖുർആൻ തന്നെയാണത്. അതും ഖുർആൻ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ജിന്നുകളുമായി സുലൈമാൻ നബി സംസാരിച്ചു. അത് ശിർക്കാണ് എന്ന് ഞാൻ പറയില്ല, ലോകത്താരും പറയില്ല, അതറിയുന്നവരാരും പറയില്ല. അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാല് ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോ അതിങ്ങനെ പറയുമ്പോ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും. അപ്പൊ ഞാൻ അത് പരിഗണിക്കണം. ഇപ്പൊ ഒന്നും പരിഗണിക്കണ്ട. ഇപ്പൊ മസിലടിച്ച് പറയാൻ പറ്റും. ഇപ്പൊ മസിലടിച്ചാ പറയണേ? ആണോ? ഇപ്പൊ നിങ്ങൾ മടവൂരികൾ പറയണ അതേ ആശയ പറയണേ. ഇപ്പൊ നിങ്ങൾ മസിലടിച്ച് തന്നെ പറയണേ. അതുകൊണ്ടാണ് ഈ വ്യക്തികൾ എങ്ങനെ ആക്ഷേപിക്കേണ്ടി വരുന്നത്. അപ്പോ അതിങ്ങനെ പറയുമ്പോ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും. അപ്പൊ ഞാൻ അത് പരിഗണിക്കണം. ഇസ്ലാമിന്റെ ഒരു ഹുക്കുമ് ഞാൻ നോക്കണം. അപ്പൊ അതിനൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക. ഇനി എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അതിനനുസരിച്ച് ഉത്തരം കിട്ടണമെന്ന് വിചാരിച്ചൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല, ആ വഴിക്ക് ഞങ്ങൾ വിശദീകരിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേർക്കുനേരെ കാര്യം പറഞ്ഞു തരിക, മനസ്സിലാക്കാനുള്ള ബുദ്ധി തന്നു, ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു. ആ ബുദ്ധി അനുസരിച്ചുകൊണ്ട് സ്വീകരിക്കാവുന്നതാണ്.
നേർക്ക് നേരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ആ ജിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒരു സൃഷ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെടാൻ നമ്മളോട് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു കാര്യം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും പറഞ്ഞില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനോട് ചോദിക്കാൻ പറഞ്ഞില്ല. ഇനി അതല്ല, മനുഷ്യന്റെ പ്രയാസമുണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഘട്ടമാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശൈത്താന്മാരോട് ഇസ്തിആദത്ത് നടത്തിയവരുണ്ട്, പിശാചുക്കളിൽ തവക്കുലാക്കിയവരുണ്ട്, ഖുർആൻ അതിനെ വിമർശിച്ചിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിച്ചവരുണ്ട്. അത് ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അവരോട് പ്രാർത്ഥിക്കുവാനോ തേടുവാനോ ഒന്നും പാടില്ല. അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്ക് നേരെ വന്നു, അല്ലെങ്കിൽ അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം, എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയുക സാധ്യമല്ല. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് ജിന്ന് കേട്ടോളും എന്ന് വിശ്വസിച്ചാലും അതും ശിർക്കാവുകയില്ല. ഈ ഒരാൾ സംസാരിക്കുന്ന മലക്ക് കേട്ടോളും എന്ന് വിചാരിച്ചാലും ശിർക്കാവുകയില്ല. ഇതിനൊക്കെ ഖുർആനിലും ഹദീസിലും ഒക്കെ ഒരുപാട് തെളിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, നീ താഴ്വരകളെ ആട്ടിൻപറ്റങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതാക്കുന്ന ഫിൽ ഗനമി വൽ ബാദിയ, വല്ല താഴ്വരയിലോ അതുപോലെ തന്നെ ആട്ടിൻകൂട്ടങ്ങളോടൊപ്പമോ ആയി കഴിഞ്ഞാൽ ഫഅദ്ദൻത ഫിസ്സലാ, നമസ്കാരത്തിന് വേണ്ടി സമയമായാൽ ഫർഫഅ സൗതക, നിന്റെ ശബ്ദം നീ ഉയർത്ത്. കാരണം നീ ബാങ്ക് കൊടുത്താൽ നിന്റെ ശബ്ദം ജിന്നുകൾ കേൾക്കും, മലക്കുകൾ കേൾക്കും, മറ്റുള്ളത് കേൾക്കുന്നവരൊക്കെ കേൾക്കും. അങ്ങനെ കേട്ടാൽ അവർ സാക്ഷി നിൽക്കും എന്നൊക്കെ ഹദീസിലുണ്ട്. അവൻ മനുഷ്യന്മാരെ സംസാരിക്കുന്ന മറ്റുള്ളവർ കേൾക്കും. അങ്ങനെ കേട്ടു എന്ന് വിശ്വസിച്ചാലോ അവർ കേൾക്കുമെന്ന് പറഞ്ഞാലോ അതൊന്നും ശിർക്കാവുകയില്ല. നേരെ മറിച്ച് നമ്മളോടല്ല പറഞ്ഞത് ജിന്നുകളോട് സഹായം തേടാനല്ല, നേരെ മറിച്ച് മനുഷ്യർ പരസ്പരം സഹായം നേടാം. പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ്. ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. കണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ അദ്ദേഹവും പറഞ്ഞതാണ്. ഇനി ഏറ്റവും അവസാനം സുഹൃത്തുക്കളെ, 10 വർഷം മടവൂർ വിഭാഗം ശിർക്കാരോപിച്ചു. ആ ശിർക്കാരോപണം അവർ ഏറ്റെടുത്തു. അതുകൊണ്ട് ഇനി എന്ത് വേണ്ട, മടവൂർ വിഭാഗം വർക്ക് ചെയ്യണ്ട. അതുകൊണ്ട് അവരെവിടെയെന്ന് വെച്ചാൽ അതിന്റെ ഉത്തരം നിങ്ങളിപ്പോ പണിയെടുക്കുന്നുണ്ട് എന്നാണ്. 2, ഇനി മുജാഹിദീങ്ങൾ വല്ല സംവാദവും നടത്തിയാലോ ആ നടത്തുന്ന സംവാദം തോറ്റു പൊട്ടി എന്ന് പ്രചരിപ്പിക്കലാണ് മടവൂർ വിഭാഗം രണ്ടാമതെടുത്ത പണി അല്ലേ? അതിന്റെ സാമ്പിൾ ഞാൻ കാണിക്കാം. അതിന്റെ സാമ്പിള് നിങ്ങൾ കണ്ടോളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് തന്നെയാ മട്ടാഞ്ചേരിയിൽ കായക്കൊടി അനീഫയെയും അനസ് മുസ്ലിയാരൊക്കെ മുമ്പിലിരുത്തിയിട്ട് എവിടെ നമ്മൾ തമ്മിൽ വ്യത്യാസം എന്ന് അഹ്സനിമാർ ചോദ്യം ഉന്നയിച്ചത് കേട്ടോ. നിങ്ങൾ അനസ് മൗലവിന് മുമ്പിൽ വെച്ച് വെല്ലുവിളിക്കുന്നു, അനസ് മൗലവി നിങ്ങൾ ആൺകുട്ടിയാണോ? ഇതിന് മറുപടി പറ. നിങ്ങൾ പറഞ്ഞതാണ് മാറ്റിയിട്ടില്ല, നിങ്ങൾ മാറ്റിയാണ് തെളിയിച്ചത്. ഞങ്ങൾ മാറ്റി നിങ്ങളൊന്ന് തെളിയിച്ചോക്ക്. ഞങ്ങൾ അമ്പിയാക്കളോടും ഔലിയാക്കളോടും വിളിച്ച് സഹായം തേടാമെന്ന് ഞങ്ങൾ പറഞ്ഞ പോലെ ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടാൻ നിങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒന്നായിട്ടുണ്ട്. ഇനി നമ്മൾ വാദപ്രതിവാദം നടത്തേണ്ടതില്ല. ആരോടും പറയും നിങ്ങൾ ഒന്നാവണം, ഞാനിത് എല്ലാവരോടും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി പറയുന്നു, വ്യക്തമായ വിഷയം. ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നിനെ വിളിക്കുന്നു. എവിടെ പോലെ കേട്ടല്ലോ. ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ജിന്നുകളെ വിളിക്കുന്നു. എവിടെ മൗലവി വ്യത്യാസം? ഞങ്ങൾ പള്ളിപ്പടിയിലെ ഉപ്പാപ്പയോട് തേടുന്നു, പള്ളിപ്പടിയിലെ ഉപ്പാപ്പ സഹായിക്കണേ. നിങ്ങൾ പള്ളിപ്പടിയിലെ ജിന്നിനോട് തേടുന്നു, പള്ളിപ്പടിയിലെ ജിന്നെ സഹായിക്കണേ. എവിടെ വ്യത്യാസം? ഹനീഫ വിശദീകരിക്കണം. അപ്പൊ നിങ്ങളും ഞങ്ങളും തമ്മിലൊരു വ്യത്യാസമില്ല. ആലോചിച്ചു, ഒരു വ്യത്യാസമില്ല. അതാ ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ചേളാരിക്കാട് പോയിക്കോളി, അല്ലെങ്കിൽ കേരള യാത്ര വരുമ്പോ മല്ലയിലും കയറിക്കോളി. ഇതേ പണി ഇപ്പൊ ആരെടുക്കണേ? അനസ് മൗലവി മസ്കറ്റ് സംവാദത്തെ കുറിച്ച് അദ്ദേഹം ഇതേപോലെ അലിന്റെ സ്ഥാനത്ത് ആള് മാറിയെന്ന് മാത്രം. പിന്നെന്തിനാ അലി ഇറങ്ങണേ? പിന്നെ അലി ഇറങ്ങേണ്ട കാര്യമുണ്ടോ? അലി ഇറങ്ങേണ്ട കാര്യമില്ല സുഹൃത്തുക്കളെ. അനസ് മൗലവി ആ പണി ശരിക്കെടുത്തു കൊടുക്കുന്നുണ്ട്. അന്ന് ഹസനിന്റെ ക്ലിപ്പിട്ടിട്ട് അനസ് മൗലവി ഇരിക്കുന്ന സംവാദത്തെ അലി മദനി എങ്ങനെ വിലയിരുത്തിയോ അതേ വിലയിരുത്തൽ, അതേ പോയിന്റ്, ഒരു വ്യത്യാസമല്ല. ആര് ചെയ്യുന്നു? അനസ് മൗലവി ചെയ്യുന്നു. നിങ്ങളെ നേതാക്കളായ ശിക്ഷന്മാരോട് ഞങ്ങൾ നിങ്ങളെ നേതാക്കളായ വ്യത്യാസമുള്ളൂ. നിങ്ങൾ സക്കരിയ കൗമല്ലേ? ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്ന്
ആ വ്യത്യാസങ്ങൾ ഒന്ന്, ഞങ്ങൾ ഞങ്ങളുടെ നേതാവായ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരായ ശൈത്താന്മാരെയും വിളിക്കുന്നു. ഉണ്ടോ? ആ വ്യത്യാസമുള്ളൂ. വിളിക്കുന്നില്ല അങ്ങനൊന്നും പറയേണ്ടതില്ല. കണ്ടോ? അപ്പൊ ഞങ്ങൾ ഔലിയാക്കളെ വിളിക്കുന്നു, നിങ്ങൾ ശൈത്താന്മാരെ വിളിക്കുന്നു എന്ന് അയാൾ പറഞ്ഞ് നമുക്കെതിരിൽ ഉപയോഗിക്കാം. ഇതിനുള്ള മറുപടി അനസുമൂലന് പറഞ്ഞോട്ടെ. എന്താണോ മട്ടാഞ്ചേരി വാദപ്രതിവാദത്തിന്റെ സമയത്ത് അലി മുസ്ലിയാര് പിന്നെ മദനി ഈ വിഷയത്തിൽ ഉന്നയിച്ച ആരോപണം, ആ ആരോപണം തന്നെയാണിത്. ആള് മാറിയെന്ന് മാത്രം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോ അന്ന് കൊടുത്ത അതേ ഉത്തരവിടെ സ്യൂട്ടബിൾ ആണ്. ആ ഉത്തരം അന്ന് അലി മദനിക്ക് കൊടുത്തത് അനസ് മൗലവിയാണ്. ഇപ്പോൾ അനസ് മൗലവി ആ മറുപടി കൊടുക്കുന്നത് അനസ് മൗലവിക്കാണ്. എന്തൊരു വൈരുദ്ധ്യം എന്ന സങ്കടം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ജിന്നിനോട് ചോദിക്കാൻ പാടില്ല അത് മൂപ്പര്. നമ്മളെ സ്വരായിയോ ചോദിക്കണീന് ഒരു കുഴപ്പമില്ല. ഇതാ പറയുന്നു, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ, വഴിയറിയാത്ത മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന ആൾ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് വിളിച്ചാൽ അത് പ്രശ്നമില്ല, അത് പ്രാർത്ഥനയല്ല, അത് ശിർക്കല്ല എന്ന് ജബ്ബാർ മൗലവി, ആ മലക്കാണെങ്കിലും ജിന്നാണെങ്കിലും ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ജബ്ബാർ മൗലവിയും സക്കരിയയും മുശ്രിക്കാണോ? റബിയ തങ്ങൾ മുശ്രിക്കാണോ? ഇപ്പൊ ആകെ കുടുങ്ങി. കാരണം എന്താ? എത്തിയ പടയും ശിർക്കിന്റെ പട. രണ്ടാരൊന്ന് പറയണം. കണ്ടോ? ഇതെന്തിനാ ചോദിച്ചതിലാന്ന് ചോദിച്ചാല്, മടവൂരികൾ ചോദിച്ചിട്ടുണ്ട്, ജിന്നിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്, അപ്പൊ അത് ജയിച്ചു, മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് മടവൂരികൾ കൊണ്ടു കിടക്കണം. അതിന് ഈ അശ്വരിമാര് നടത്തുന്ന തന്ത്രം, ഖുറാബികൾ നടത്തിയ തന്ത്ര. എന്നാല് അങ്ങനെ ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞ വാചകത്തിലുണ്ടോ? ജബ്ബാർ മൗലവിയുടെ എന്ന് പറഞ്ഞ് വായിച്ച വാചകത്തിലുണ്ടോ? ആ വാചകത്തിലുമില്ല. നമ്മുടെ നാട്ടിലെ മടവൂരികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള കുപ്രചനങ്ങൾ നടത്തിയപ്പോൾ ഇസ്ലാഹിൽ തന്നെ അങ്ങനെ ജിന്നോട് സഹായം തേടാമെന്നാണ് മുജാഹിദുകളുടെ വാദം എന്നാണോ പറഞ്ഞത്? അല്ല, വ്യക്തമായ മറുപടി പറഞ്ഞു. നേരത്തെ അദ്ദേഹം വായിച്ച ആ ഉദ്ധരണി തന്നെ, ഇസ്ലാഹിൽ വന്ന ആ ഉദ്ധരണി തന്നെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഷമീർ കുറ്റിപ്പുറം എന്ന് പറയുന്ന ആള് 2008 ജനുവരി മാസത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അന്നു തന്നെ ഇസ്ലാഹ് നൽകിയ മറുപടി കേട്ടു. മദ്യപിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും സുന്നത്തിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക. മനസ്സിലായല്ലോ? അതൊക്കെ അനസുമല ഒന്ന് കൊടുത്തതാ. എന്താ ഹസന് ചെയ്യണേ? നിങ്ങൾക്ക് ഇഫിരീത്തിനോട് തേടാൻ അഭിപ്രായം തെളിയിക്കണ ഹസന്. എവിടെ ഞങ്ങൾ ഇഫിരീത്തിനോട് തേടാന്ന് പറഞ്ഞേ? ഇഫിരീത്തിനോട് തേടാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇല്ലല്ലോ, അതില്ലാത്തടത്തോളം കാലം നിങ്ങൾക്കും തെളിയിക്കാൻ പറ്റൂല, അനസുമലയ്ക്കും തെളിയിക്കാൻ പറ്റൂല. പിന്നെന്താ? പിന്നെ മടൂർ വിഭാഗം ചെയ്ത പണി എന്താ? നമ്മളെ പറ്റി ഖുറാഫി പത്രങ്ങൾക്ക് അഭിമുഖം കൊടുത്തു. ആ പണിപ്പാരെടുക്കണേ? ആ പണിയെടുക്കാൻ ഇവിടെ ആളുണ്ട്. പിന്നെന്തിനാ മടൂർ വിഭാഗം ഈ പണിയെടുക്കേണ്ടതില്ലല്ലോ. അന്ന് ഹുസൈൻ മടവൂരിന്റെ സിപിയുടെയും അതേപോലെ തന്നെ സലാം സുല്ലമയുടെയും ഒക്കെ അഭിമുഖം കൊടുക്കലിനെ വിമർശിച്ചുകൊണ്ട് അനസ് മൗലവി പറഞ്ഞ് ഞങ്ങൾ കേട്ടോളി. ഇനി അതുകൊണ്ട് അവസാനിച്ചോ? അവസാനം എത്രത്തോളം എഴുതി എന്ന് ചോദിച്ചാൽ നമ്മുടെ പത്രങ്ങൾ വരെ ഏത് സെൻസിങ് എന്ന് പറഞ്ഞാൽ അതിപ്പോ നമ്മുടെ സമസ്തക്കാരെഴുതി നിങ്ങൾ വിചാരിക്കരുത്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിയിട്ട് ആദ്യം പോയിട്ട് ഇന്റർവ്യൂ കൊടുത്താർക്ക അൽ-ഇർഫാദിന്. ആര്? സാക്ഷാൽ ഹുസൈൻ മടവൂർ അല്ലേ? അൽ-ഇർഫാദ് ആരാ? ഇവിടുത്തെ നാട്ടിലെ AP-കാരുടെ പത്രം. പിന്നെയോ നമ്മുടെ വസിയത്ത് സെക്രട്ടറി, ആ വസിയത്ത് സെക്രട്ടറി അദ്ദേഹം അഭിമുഖം കൊടുത്തു. ആർക്ക്? സെൻസിങ് ആരുടെ പത്രമാണ്? നമ്മുടെ നാട്ടിലെ AP-കാരുടെ പത്രം. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സലാം സുല്ലമി ഇന്റർവ്യൂ കൊടുത്തു. ആർക്കാ കൊടുത്തത്? അതേ സെൻസിങ്. ആ സെൻസിങ്ങിന് ഇന്റർവ്യൂ കൊടുത്തു. സെൻസ് ഇല്ലാത്തവർക്കൊക്കെ കയറാൻ പറ്റിയ സ്ഥലം അത്. അങ്ങനെ ചെന്നു, അവിടെ ഇന്റർവ്യൂ കൊടുത്തു. അങ്ങനെ ആ സെൻസിങ്ങിനെ പോഷിപ്പിച്ചു. അങ്ങനെ തുടക്കം മുതൽ ഇന്ന് വരെ ഇന്റർവ്യൂ കൊടുത്തും അതുപോലെ തന്നെ ആളെ പരിചേർത്തും അതുപോലെ മാസിക വാങ്ങിയും വിജയിപ്പിച്ചുകൊണ്ടിരുന്ന അതേ സെൻസിങ് തന്നെ പറഞ്ഞു കൊലച്ചതി. ആരെ കുറിച്ചാ പറഞ്ഞത്? കനറ ബാങ്കിൽ നിന്നായിരുന്നു പല മുജാഹിദ് സംഘടനാ നേതാക്കളുടെയും പേരിൽ വായ്പ എടുത്തത്. സത്യധാരന്റെ കോപ്പി ഇവിടെ ഉണ്ട് അനസുമലയ്ക്ക് പറയാന് അല്ലെ? ഓരോന്നെടുത്തിങ്ങനെ പൊക്കുക. ഇപ്പൊ കൈ പൊങ്ങണില്ലല്ലോ. ഖുറാഫി പത്രങ്ങൾക്ക് അഭിമുഖം കൊടുക്കുക എന്നുള്ള പണികൾ ഇപ്പൊ എടുക്കുന്നുണ്ട് ഇല്ലേ? സുഹൃത്തുക്കളെ, എന്താണിത്? എന്താ മിണ്ടാത്തത് അനസ് മൗലവി? എന്താ നിങ്ങൾ പറയാത്ത? ഇതൊക്കെയല്ലേ പറയേണ്ടത്? ഇതിനൊക്കെയല്ലേ വിശദീകരണം തരേണ്ടത്? എത്ര വേദി ഞങ്ങൾ ചോദിച്ചു.
ഈ കൊലച്ചതി നിങ്ങളും ചെയ്തില്ലപ്പോ ചെയ്തില്ലേ? എന്താ മിണ്ടാത്തത്? എന്താ നിങ്ങൾ വിശദീകരിക്കാത്തത്? അപ്പൊ 3 ആയില്ലേ? ഇനി 4ാമത്തെ ഒരു പണി എന്താ അറിയോ? അലിമദിന് എടുത്തത് നമ്മളെ നിർവചനം പൊളിഞ്ഞു എന്ന് പ്രസംഗിച്ചു. ഇപ്പത് പറയണതാരാ? അനസ് മൗലവി. സൃഷ്ടിയുടെ കഴിവ്, മനുഷ്യ കഴിവ്, ഈ വിഷയത്തിലുള്ള കളി ഉണ്ടല്ലോ, കേട്ടോളി നിങ്ങൾ, ഏറ്റവും പുതിയതാണ്. അപ്പൊ ചോദ്യം വന്നു, ഒന്നിനു പുറകെ ഒന്നായി. അപ്പൊ പിന്നെ ജിന്നിന്റെ കഴിവുകളെ വിശദീകരിക്കാൻ തുടങ്ങി. ആരാണ് വിശദീകരിക്കുന്നത്? സക്കരിയ മൗലവി തന്നെ. എന്താണ് അദ്ദേഹം പറയുന്നത്? നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും ചെയ്യാൻ ജിന്നിന് കഴിയും, നമ്മളെക്കാളും കഴിയും. ഉണ്ടോ? അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന ഏതെല്ലാം വർക്കുണ്ടോ അത് മുഴുവനും ജിന്നിന് ചെയ്യാൻ കഴിയും, നമ്മളെക്കാൾ ചെയ്യാനും ജിന്നിന് കഴിയും. അദ്ദേഹത്തിന്റെ വിശദീകരണമാണ്, കേട്ടോളൂ. അദ്ദേഹം പറയുകയാണ്, ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യം അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കലാകണം. കേട്ടോ, പ്രാർത്ഥനയാകണമെങ്കിൽ ഹുസൈൻ മൗലവി പറഞ്ഞതുപോലല്ല കാര്യം. മനുഷ്യന്റെ കഴിവ്, നമ്മുടെ കഴിവ് അവസാനിക്കുന്നിടത്തല്ല പ്രാർത്ഥന ആരംഭിക്കുന്നത്. നേരെ മറിച്ച് സൃഷ്ടികളുടെ കഴിവ്, സൃഷ്ടി എന്ന് പറയുമ്പോൾ ജിന്നിന്റെ കഴിവ്, മലക്കിന്റെ കഴിവ്, അള്ളക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം, അത് ചോദിച്ചാലേ പ്രാർത്ഥനയാവുകയുള്ളൂ. പ്രാർത്ഥനയാകണമെങ്കിൽ ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യം അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കലാകണം. അപ്പോഴേ പ്രാർത്ഥനയാവുള്ളൂ, അല്ലെങ്കിൽ പ്രാർത്ഥനയാവൂല. അപ്പൊ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാവോ? ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാകുമോ? പ്രാർത്ഥനയാവുകയില്ല. മനസ്സിലാക്കണം, ഈ വാദമാണ് ഹുസൈൻ മൗലവി പിന്താങ്ങുന്ന വാദം. ഈ വാദമാണ് പണ്ട് നിങ്ങൾ മറുപടി പറഞ്ഞ വാദം. ഇതാണ് നിങ്ങൾ ആള് മാറി. ഇവിടെ അലിമദനിയായി, ഇപ്പോഴോ ഇപ്പൊ പകരം അനസ് മൗലവി ആയിന്നുള്ളൂ. ഈ ഇതേ അനസ് മൗലവി പിന്നെ അലിമദനിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് മറുപടി നിങ്ങൾ കേട്ടോളി. അറിയോ എന്താ പറയുന്നത്? പ്രാർത്ഥനയുടെ നിർവചനം മാറ്റിയുന്ന പുതിയ നിർവചനം ഉണ്ടാക്കിയ കാര്യമായിട്ട് മൂപ്പര് വാദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിൽ ഇടക്കിടക്ക് മൂപ്പര് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി എന്തോ പുതിയത് ഉണ്ടായിന്ന് മറ്റുള്ള കേൾക്കുന്ന കൗമ സാധാരണക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ കേൾക്കുന്ന കൗമൻ എന്തോ പുതിയത് നമ്മൾ ഉണ്ടാക്കിയെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം മുല്ല കാര്യമുല്ലാക്ക് ഇടക്കിടക്ക് പറയേണ്ടത് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി. ഒന്നുകൂടി ആ ഭാഗം ഒന്ന് ക്ലിയറായി നിങ്ങൾ കേട്ടോളൂ. എന്നിട്ട് ഞാൻ ആദ്യം നിർവചനം പഠിപ്പിക്കാം. എന്നിട്ട് നമുക്ക് കാര്യം അറിയാത്തൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് അശ്വനിമാർക്കും പഠിപ്പിച്ചു കൊടുക്കണം, ഇവർക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതേതായാലും ഇദ്ദേഹം ഇടയ്ക്കെന്ന് പറയുന്നത് നിർവചനം മാറ്റിയ കഥ, അതൊന്നും നിങ്ങൾ ക്ലിയർ ആയി കേട്ടോളൂ. താമരശ്ശേരി ചുരത്തിൽ നിന്ന് ബ്രേക്ക് പൊട്ടി. മുജാഹിദുകൾ പഠിപ്പിച്ചതെന്താ? അങ്ങനെ ബ്രേക്ക് പൊട്ടി ആ കൊക്കയിലേക്ക് പോകുന്ന ബസ്, അതിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടണമെങ്കിൽ ആരോട് പ്രാർത്ഥിക്കണം? ഏകനായ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കണം. കാരണം വൈബിയായി കാര്യകാരണ ബന്ധത്തിന് അതീതമായി ഇത്തരത്തിൽ നമ്മെ സഹായിക്കാൻ, നമ്മെ രക്ഷപ്പെടുത്താൻ പടച്ച തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണ് മുജാഹിദുകളുടെ ആദർശം. അതാണ് കുഞ്ഞീദ് മദനി എഴുതിയത്. പക്ഷേ അർസനിയുടെ ചോദ്യം, നിങ്ങൾ നിർവചനം മാറ്റിയെന്ന വാദപ്രതിവാദത്തിന് വന്നിരുന്ന ടീം, ആ ടീം നിർവചനം മാറ്റി. എന്തായിരുന്നു നിർവചനം മാറ്റിയത്? സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് എന്ന്. എന്തായിരുന്നു നിർവചനം മാറ്റിയത്? സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് എന്ന്. ഇൻഷാ അല്ലാഹ് നിർവചനം നമ്മൾ കേൾപ്പിച്ചു തരാം. അവർ മാറ്റിയ നിർവചനം കേൾപ്പിച്ചരാന്ന്. സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് ചോദിക്കൽ, അതാണ് പ്രാർത്ഥന. അത് മുജാഹിദിൽ മാറ്റിയ നിർവചനമാണ് എന്ന്. അത് നമ്മൾ പിന്നെ കേൾപ്പിക്കുന്നു. മുയിലാരി കേൾപ്പിക്കണ്ട, ഞങ്ങൾ കേൾപ്പിച്ചരാ. എവിടുന്നല്ലേ? ഇത് യുവത ഇറക്കിയ ബുക്ക്, ലേറ്റസ്റ്റ് ബുക്കാണ്. യുവത ഇറക്കിയ ബുക്ക്. യുവത എന്ന് പറഞ്ഞാല് മടവൂരികളുടെ പ്രസിദ്ധീകരണാലയം. ആരുടെ ഫത്വ? കെ എം മൗലവിയുടെ ഫത്വ. ഏത്? കെ എം മൗലവിയുടെ ഫത്വ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ, അദ്ദേഹം കൊടുത്ത ഫത്വ കെ എം മൗലവി. ആ കെ എം മൗലവിയുടെ ഫത്വകൾ ഇതൊന്ന് വായിച്ച് പഠിച്ചൂടെ മദനി? നന്നായിട്ട്. എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം? ഞങ്ങളൊക്കെ സുന്നിയായിരുന്നു. ആ സുന്നിയായിരുന്ന ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതൊക്കെ വായിച്ച് പഠിച്ച് ആദർശം പഠിച്ചിട്ടാ വാദോറേ നടക്കണത്. ഈ മദനി എന്നൊക്കെ പറഞ്ഞ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കണുണ്ടല്ലോ. ഒന്ന് വായിച്ചൂടെ ഈ ബുക്ക്? കെ എം മൗലവിയുടെ ബുക്കെങ്കിലും ഒന്ന് വായിച്ചു നോക്കൂടെ? ഞാനല്ല പറയുന്നത്, കേട്ടോളൂ. മുജാഹിദുകൾ മാറ്റിയ, മുജാഹിദുകൾ തിരുത്തിയ നിർവചനാണ്, പുതിയ നിർവചനം ഉണ്ടാക്കിയതാണ്. എന്നാ ഇതിന്റെ 136-ാമത്തെ പേജ് കേട്ടോ. കെ എം മൗലവിയുടെ ഫത്വ. കെ എം മൗലവിയുടെ ഫത്വ. അത് KNM പബ്ലിഷ് ചെയ്തല്ല, യുവത പബ്ലിഷ് ചെയ്തത്. CP ഉമർ സുല്ലമി. ആ CP ഉമർ സുല്ലമിയാണ് ഇതിന് അദ്ദേഹമാണ് ആമുഖം എഴുതിയിട്ടുള്ളത്.
CP ഉമർ സുല്ലമി ആമുഖം എഴുതിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കൃത്യമായി കേട്ടോളൂ. അതായത് എഴുതി വെക്കണം. അതായത് അള്ളാഹുവിന്റെ ശക്തിയിൽ മാത്രമുള്ളതും സൃഷ്ടികളുടെ ശക്തിക്കപ്പുറത്തുള്ളതുമായ രക്ഷയോ സഹായമോ ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു തരുവാൻ വേണ്ടിയുള്ള ദുആ എന്റെ ബ്രാക്കറ്റിൽ വളരെ അങ്ങേയറ്റമുള്ള താഴ്മയോടുകൂടിയുള്ള അപേക്ഷ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. അപ്പൊ സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ളത് പുതിയ നിർവചനമല്ല, KM മൗലവി എഴുതിയ നിർവചനം. ഇനി ആ നിർവചനം നിങ്ങൾക്ക് പറ്റൂലേ എങ്കിൽ ദാ ഇത് പ്രാർത്ഥന തൗഹീദ് യുവത തന്നെ ഇറക്കിയ ബുക്ക്, യുവത എഴുതിയ ബുക്ക് പ്രാർത്ഥന തൗഹീദ്, ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദ് മദനി എഴുതിയ ബുക്ക്. ഇത് കേട്ടോളൂ. എന്താ ഇതിൽ പറയുന്നത്? ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്, സൃഷ്ടികൾക്ക് ഒരാൾക്കും കൊടുക്കാത്ത കഴിവ്. ആ കഴിവാണ് അഭൗതികമെന്ന് പറയുമ്പോൾ മുജാഹിദുകൾ ഉദ്ദേശിക്കുന്നത്. ഇത് കൃത്യമായി പ്രാർത്ഥന തൗഹീദ് ബുക്ക്, ഇതിപ്പോ താഹ ബുക്ക് സ്റ്റാളിൽ നിന്ന് പൈസ കൊടുത്ത് തുടങ്ങിയതാ. താഹ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒറിജിനൽ ബുക്ക്, ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ബുക്ക് വായിച്ചു നോക്കൂ, പരിശോധിക്കൂ. അപ്പൊ പുതിയ നിർവചനമാണോ ഇത്? ഒരിക്കലും പുതിയ നിർവചനമല്ല, കൃത്യമായി ഇതിൽ തന്നെ കാണാം. അങ്ങനെ ഇഷ്ടം പോലെ എടുത്ത് ഉദ്ധരിക്കും. അതൊക്കെ മൂപ്പര് മറന്നു. മടവൂരികളെ പണിയെടുത്തപ്പോ, മടവൂരികളെ ആദർശെടുത്തപ്പോ മടവൂരികൾ പറയേണ്ടി വന്നു. ഇപ്പൊ താത്വിക തലത്തിൽ പ്രായോഗിക തലത്തിൽ ഐക്യായല്ലോ, പ്രായോഗിക തലത്തിൽ ഐക്യായല്ലോ, എല്ലാ ശാഖയിലും എല്ലാ മണ്ഡലത്തിലും മേഖലയിലൊക്കെ അല്ലേ. ഞാൻ കുത്തുപറയണ പള്ളിയിൽ നിന്ന് എന്നെ അടുത്തേക്ക് പുറത്തേക്ക് ഇടാൻ മടവൂരികളെ കൂടിയും കൂട്ടിയിട്ടാ മീറ്റിംഗ് വിളിച്ച്, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യൂല, അംഗസംഖ്യ തികയില, വിജയിക്കൂല. സുഹൃത്തുക്കളെ, അതുകൊണ്ട് മടവൂരികൾക്കെതിരെയുള്ള 10 വർഷത്തെ യുദ്ധം അവസാനിപ്പിച്ച് നേതൃത്വം അവരുടെ പാളയത്തിലേക്കുള്ള യാത്ര വേഗം